ഇത് നമുക്ക് വളരെ ഈസിയായും അതുപോലെ തന്നെ വളരെ സിമ്പിളായും ഒരു ചിക്കൻ ബിരിയാണി കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ എത്ര വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായാലും രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് കുക്കർ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കാക്കി എടുക്കാനും പറ്റും. ഞാൻ അതിനെ കുക്കറിൽ അല്പം ഒരു 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആദ്യം പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ഇട്ടതിന് ശേഷം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഞാൻ ഉപ്പും നാരങ്ങ നീരും മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. അതും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിന് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് ഒരുപാട് ഞാൻ ബിരിയാണി റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ചിക്കൻ ചേർത്തതിന് ശേഷം മല്ലിയിലയും നാരങ്ങ നീരും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ബസുമതി റൈസ്, അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ചിക്കൻ കുക്കായതൊന്നും ഇല്ലായിരുന്നു. ചിക്കനിലേക്ക് തന്നെ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ചിക്കനും അരിയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇനി അരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച വെള്ളം, നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ടുന്നതാണ്. ഈ അളവ് കപ്പിലേക്ക്, ഈ വെള്ളമൊഴിച്ച കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 2.5 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, ചൂടുവെള്ളം. അത് നമ്മൾ ചിക്കൻ വെന്ത് റെഡിയായി വരുന്ന സമയത്ത് അതിലെ വെള്ളവും കൂടി ഉണ്ടല്ലോ, ഗ്രേവിയും കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര രുചിയായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു ബിരിയാണി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ വന്നിരിക്കുന്ന ടൈമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് അരിയും ചിക്കനും കൂടി ഇട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പക്ഷേ അത് അടിപൊളി ബിരിയാണിയാണ്, വളരെ ടേസ്റ്റാണ്. കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു.